നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള ക്ലേ വെച്ചുള്ള ട്രിങ്കർ ട്രെയിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ട്രിങ്കർ ട്രെയിൻ നമ്മളെങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കണം എന്നുള്ളതും ഇതിൽ എന്തൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ക്ലേ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിതാ കുറച്ച് നാച്ചുറൽ ക്ലേ എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലേ ഞാൻ ഓൺലൈനായിട്ട് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി നോക്കുക. ഓക്കെ, എന്നിട്ട് അത് നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ട് കുറച്ച് വെള്ളം തൊട്ടിട്ട് കേട്ടോ, കൂട്ടി ഒരുപാട് എടുക്കണ്ട. എന്നിട്ട് നന്നായിട്ട് നീഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് നമുക്ക് വേണേൽ റോളിംഗ് പിന്നെ യൂസ് ചെയ്തിട്ട് പരത്തിയെടുക്കുക. ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ടാട്ടോ പരത്തിയെടുക്കാറുള്ളത്. എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ടും തോന്നുന്ന ഒരു മെത്തേഡ് അതാണ്. ഓക്കെ, എന്നിട്ട് ഇതാ ഇത് ഹാർട്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും വെക്കാണ്ടാണ് ഈ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ നല്ലപോലെ ഹാർട്ട് ഷേപ്പ് വരച്ചിട്ട് അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് വെള്ളം തൊട്ടിട്ട് സ്മൂത്താക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും ഞാൻ ഈ നൈഫ് യൂസ് ചെയ്തിട്ട് സെൻറ്ററിൽ കുറച്ച് ഒരു ചെറിയൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഞാൻ വീണ്ടും ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർവ് ചെയ്തെടുക്കുന്ന മെത്തേഡാണ്. അതായത് ഈ ട്രിങ്കർ ട്രേ നമുക്ക് 2 ടൈപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ഈ കാർവ് ചെയ്തിട്ടുള്ളത് ഉണ്ടാക്കാനും പറ്റും. ഒന്ന് നമുക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയൊരു സ്ട്രിപ്പ് പോലെ ക്ലേ പരത്തി എടുത്തിട്ട് അതിന് ബോർഡറാക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് എന്താ പറയുക, ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളത് എനിക്കൊണ്ട് പറയുകയാണ്, അത് അത്ര എളുപ്പമല്ല. മാത്രമല്ല അത് പെട്ടെന്ന് തന്നെ പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലായതിനെക്കൊണ്ട് നമുക്ക് ഈ കാർവിങ് മെത്തേഡാണ്. കുറച്ച് തിക്നെസ്സിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് കാർവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും ബിഗിനേഴ്സ് ആണെങ്കിൽ എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഞാൻ ശേഷം ഇതൊരു 2 ഡേയ്സോളം ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടാണ് ഇങ്ങനെ ആയി കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ ഒരു ട്രേ ഉണ്ടാക്കി വെച്ചിട്ട് ഓൾമോസ്റ്റ് 1 മന്ത് കഴിഞ്ഞു. പിന്നെ ഈ ഫസ്റ്റിൽ കാണിച്ച വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് വേറെ തന്നെ എടുത്തതാണ്. ആ ട്രേയും ഈ ട്രേയും ഒന്നല്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ട്രേൻ്റെ സൈസിൽ നിങ്ങൾക്കൊരു വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ വീഡിയോയിൽ കണ്ട പോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. ശേഷം എന്താ ഞാൻ അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പെയിൻറ്റിൻ്റെ കോമ്പിനേഷൻ ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പിൻട്രസ്റ്റിൽ ഇതിൻ്റെ ഒരു ഇമേജ് കണ്ടപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നുള്ള പ്ലാനിലാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ റെഡിൽ തന്നെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് ഇങ്ങനെ ലൈറ്റർ ഷെയ്ഡാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇങ്ങനെ കളർ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളർ ചെയ്യാം. എന്നിട്ട് നമ്മുടെ കളറിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബോട്ടം പാർട്ടിലും ഞാൻ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ വാർണിഷ് അടിക്കാം. വാർണിഷ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻ്റ് ഒന്ന് ഇളകി പോകാൻ നോക്കും. പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്ത വാർണിഷ് എന്ന് പറഞ്ഞാൽ പക്കാ അബദ്ധമാണ്. ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാർണിഷ് വാങ്ങിക്കണം, ഈ ഒരു വാർണിഷ് ഒരിക്കലും വാങ്ങിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാർണിഷ് അടിച്ചപ്പോൾ ഇതിൻ്റെ പെയിൻ്റൊക്കെ ഇളകി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും രണ്ടാമത് പെയിൻറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ എൻഡിങ്ങിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർണിഷ് യൂസ് ചെയ്യേണ്ട, കാരണം അത് ഡ്രൈ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നോർമൽ വാർണിഷ് വാങ്ങിയിട്ട് അത് അടിച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രിങ്കർ ട്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഈ മെറ്റീരിയൽസിനൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.